ഹലോ, എല്ലാവർക്കും ഗ്രീനറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ജറബറ ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ജറബറ ചെടി പല തരത്തിലുണ്ട്. നാടൻ ഇനത്തിലും ഹൈബ്രിഡ് ഇനത്തിലുമുള്ള ചെടികളാണ് ഉള്ളത്. ഹൈബ്രിഡ് ഇനത്തിലെ ജറബറയ്ക്ക് നല്ല വലിപ്പമുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക. നാടൻ ഇനത്തിലുള്ള ജറബറയ്ക്ക് അത്ര വലിപ്പമൊന്നും ഉണ്ടാകില്ല. പൂക്കളുടെ വലിപ്പം കണ്ട് ചെടി വാങ്ങിക്കുമ്പോൾ അധികം പേർക്കുള്ള പ്രശ്നമാണ് അതേപോലെ ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടില്ല എന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ചെടികൾ പോലെ വളർത്തിയെടുക്കാവുന്നതാണ്. നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കുമ്പോൾ മഞ്ഞ ഇലയുള്ള ജറബറ ചെടികൾ വാങ്ങിക്കാതെ നോക്കുക. കടും പച്ച നിറത്തിലുള്ള ഇലകളോട് കൂടിയ നല്ല ആരോഗ്യമുള്ള ചെടികളാണ് വാങ്ങേണ്ടത്. അതുപോലെ തന്നെ കീടരോഗബാധയില്ലാത്ത ചെടികളാണ് വാങ്ങേണ്ടത്. ശരിയായ രീതിയിലുള്ള പരിചരണമല്ല നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ ഫംഗസ് ബാധ വരാനിടയാകും. നന്നായി ശ്രദ്ധിക്കേണ്ട ചെടിയാണ് ഈ ജറബറ ചെടി. യെല്ലോ, ഓറഞ്ച്, വൈറ്റ്, പിങ്ക്, മെറൂൺ എന്നീ നിറങ്ങളിലുള്ള ചെടികളാണ് എൻ്റെ കൈവശമുള്ളത്. ഇപ്പോൾ ഒരുപാട് കളറിലുള്ള ജറബറ ചെടികൾ ഹൈബ്രിഡ് വെറൈറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വേരുകൾ നിറയാൻ പാടില്ല എന്നതാണ്. ചട്ടി നിറയെ ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഈ ചെടിയെ നമുക്ക് എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്ന് നോക്കാം. റീപോർട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നന്നായി കെയർ ചെയ്യേണ്ട ചെടിയാണിത്. നല്ല നീർവാഴ്ചയുള്ള മണ്ണെടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലതുപോലെ വേരുകൾ ഈ ചെടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. നന്നായി കെയർ ചെയ്യേണ്ട ചെടിയാണിത്. ഇതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങുണ്ട്. പെട്ടെന്ന് തന്നെ ഫംഗസ് വരുന്ന ചെടിയാണ്. അപ്പോൾ നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുള്ള ചെടിയാണ്. എല്ലാ ചെടികളും നടുന്നത് പോലെ ചട്ടിയിൽ ആദ്യം തന്നെ ചരൽ ഇട്ടുകൊടുക്കുക. പിന്നീട് മണ്ണും മണലും മിക്സ് ചെയ്ത് ചട്ടിയിൽ ഇട്ടുകൊടുക്കുക. ചെടി നടുമ്പോൾ വേറെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജറബറ മണ്ണിൽ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ടു കൊടുക്കാവുന്നതാണ്. ചെടി നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇലകൾ വരുന്ന ഭാഗം മണ്ണിട്ട് മൂടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കിഴങ്ങു ഭാഗം മണ്ണിലാകണം. ഇങ്ങനെ പൊക്കി വെച്ച് തൈകൾ നടണം. ഇങ്ങനെ നട്ടാൽ മാത്രമേ വീണ്ടും തൈകൾ ഉണ്ടാവുകയുള്ളൂ. തൈകൾ ഉണ്ടാകുന്ന ഭാഗം അടഞ്ഞു പോയാൽ വീണ്ടും തൈകൾ ഉണ്ടാവുകയില്ല. അതേപോലെ പ്ലാന്റ് വേഗം ചീത്തയായി പോകും. പിന്നെ ഈ ചെടിക്ക് വെള്ളം അധികമൊന്നും ആവശ്യമില്ല. വെള്ളം കെട്ടിക്കിടന്നാൽ അതിലെ വേരുകളൊക്കെ ചീഞ്ഞു പോകും. വെള്ളം നനയ്ക്കുമ്പോൾ ഇലകളിലും തണ്ടിലും നനയാതെ വിധത്തിൽ മണ്ണിൽ മാത്രം വെള്ളം നനച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇലകളിലൊക്കെ ഫംഗസ് ബാധ വരാനൊക്കെ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഫംഗസ് വരുന്ന ചെടിയായതുകൊണ്ട് ചെടി നട്ടുകഴിഞ്ഞാൽ ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ പോട്ടിംഗ് മിക്സ് കൊടുത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലവർ കിട്ടും. ചട്ടിയിൽ നട്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗിവ് എവേയുടെ കാര്യം ആരും മറന്നു പോയിട്ടില്ലല്ലോ. 5ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് നിർബന്ധമായും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് 3 പേര് സെലക്ട് ചെയ്യും. ആ 3 പേർക്ക് മാത്രമേ പെറ്റൂണിയയുടെ തൈ ഫ്രീ ആയി നൽകുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നിർബന്ധമായി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.